പ്രിയ പ്രേക്ഷകരെ, യൂബർ ഡ്രൈവർമാരുടെ സമരം ഇപ്പോഴും തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്ക് യൂബർ ടാക്സി എന്നത് വലിയ സൗകര്യപ്രദമാകുന്ന ഒരു യാത്രാ സൗകര്യം ആണ് ഒരുക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം മറ്റ് ടാക്സികളെയൊക്കെ ആശ്രയിക്കുമ്പോൾ റിട്ടേൺ ചാർജ് കൂടി നൽകേണ്ട സ്ഥിതിയാണ് ഉള്ളത്. എങ്കിൽ ഈ ഊബർ ടാക്സികളുടെ ഒരു പ്രത്യേകത എന്നത് ആ യാത്ര ചെയ്യുന്ന ദൂരത്തിന് ഉള്ള തുക നൽകിയാൽ മതി, അവിടെ നിന്ന് അടുത്ത ഓട്ടം അവർക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് അത്. ഇപ്പോഴിതാ മറ്റന്നാൾ, അതായത് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഊബർ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തീരുമാനിച്ചിരുന്നതാണ് എങ്കിലും ആ ചർച്ച നടന്നില്ല. അവിടെ ഊബർ പ്രതിനിധികൾ എത്തിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പീക്ക് സമയങ്ങളിൽ നിലവിൽ ഊബർ ഡ്രൈവർമാർക്ക് സർവീസ് നടത്താൻ താല്പര്യമില്ല എന്നതാണ് അവർ പറയുന്നത്. കാരണം നിരക്ക് വർധന ആവശ്യപ്പെട്ടുള്ള സമരത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഡ്രൈവർമാരെ ഊബർ ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ഓഫീസ് പൂട്ടിയ നിലയിൽ ആയിരുന്നു എന്നുള്ളതാണ്. ഇത് വിളിച്ചു വരുത്തി അവഹേളിച്ചതിന് തുല്യമാണ് എന്നതാണ് ഊബർ ഡ്രൈവർമാരുടെ ഇപ്പോഴത്തെ നിലപാട്. ആദ്യം സമരത്തിനുണ്ടായിരുന്ന റാപ്പിഡോ, കേരള സവാരി എന്നിവർ സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ആണ് ഉള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ആണ് ചേരുക. നവമി, സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ നഗരപ്രദേശങ്ങളിലെ യാത്രാ സൗകര്യത്തിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് ഊബർ സർവീസ്. അവർ പീക്ക് ടൈമുകളിൽ യാത്ര മുടക്കുകയാണ്. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ? കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഈ ഓഫീസ് പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ ഒരു ആശ്വാസം എന്നോണം പറയേണ്ടത് ഈ യൂബർമാരുമായിട്ട് ഉള്ളൊരു ചർച്ചയ്ക്ക് യൂബർ സമ്മതിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, ഈ നിരക്ക് വർധനയിലടക്കം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വലിയ, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്നു എന്നൊരു തരത്തിലേക്കായിരുന്നു അവർ പലപ്പോഴും പ്രതികരിച്ചിരുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നതാണ്. യൂബർ ഓഫീസിലേക്കുമൊക്കെ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇവർ പറയുന്നത് ഈ ഇന്ധനവില ഉയർന്നു, അതോടൊപ്പം തന്നെ പാചകവാതക വില ഉയർന്നു, സാധനങ്ങളുടെ വില ഉയർന്നു. ഇതെല്ലാം ഉയരുമ്പോഴും യൂബർ ഡ്രൈവർമാരുടെ കാര്യത്തിൽ മാത്രം യാതൊരു മാറ്റവുമില്ല. അവരുടെ നിരക്കിലടക്കം വളരെ കുറവാണ്. അതുമായിട്ട് നിത്യജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ധന ചെലവിലടക്കം CNG, പെട്രോൾ, ഡീസൽ, ഇതിനെല്ലാം വലിയ രീതിയിൽ വില ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കിലോമീറ്ററിന്റെ റേറ്റ് കൂട്ടണമെന്നായിരുന്നു യൂബർമാരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. നേരത്തെ ഓൺലൈൻ ടാക്സികളായിട്ടുള്ള യൂബർ മാത്രമായിരുന്നില്ല, റാപ്പിഡോയും കേരള സവാരിയും ഒക്കെ സമരത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും റാപ്പിഡോയും കേരള സവാരിയുമായിട്ട് കമ്പനി ചർച്ച നടത്തുകയും പിന്നീട് അതിലെ നിരക്ക് വർധനവിലൊക്കെ സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് അവർ സമരം പിൻവലിച്ചത്. അതിനിടയിലാണ് യൂബറുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് കമ്പനി അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്തത്. എന്തായാലും അവർക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. പക്ഷെ അതിന്റെ തീയതി അറിയില്ല, എന്നാണ് ചർച്ചയിലേക്ക് വിളിക്കേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിച്ച് അവരവിടെ എത്തിയെങ്കിൽ പോലും ഓഫീസ് അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. അപ്പോൾ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുന്ന ഒരു തരത്തിലേക്കായിരുന്നു അവരുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ഊബർ ഓഫീസിലേക്ക് ഡ്രൈവർമാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഡ്രൈവർമാർക്ക് ചെറിയൊരു ആശ്വാസമായി തന്നെ യൂബർ ചർച്ചയ്ക്ക് വിളിച്ചതായി കാണേണ്ടതുണ്ട്. അതിനിടയിൽ നമുക്ക് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യൂബർ ഡ്രൈവർമാരെയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ റിട്ടേൺ നിരക്കൊന്നും തന്നെയില്ല. നമുക്കൊരു ഫിക്സഡ് എമൗണ്ടിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ചെന്ന് എത്തിക്കുന്നു. മറ്റ് ടാക്സി ഡ്രൈവർമാർ അല്ലെങ്കിൽ ഓട്ടോയൊക്കെ പോലെ തർക്കിക്കേണ്ട ഒരു സാഹചര്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് നഗരത്തിലുള്ളവരെല്ലാവരും തന്നെ ഓഫീസിലേക്കോ മറ്റിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യൂബറെയാണ്. പ്രത്യേകിച്ച് നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ ശാന്തമായി പോകുന്നതിന് വേണ്ടി സ്വന്തം വാഹനം ഉപയോഗിക്കാതെ യൂബർ എടുത്ത് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ. അവരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് ഈ യൂബർ സമരത്തെ കാണേണ്ടതും. അഭിലാഷ്, തീർച്ചയായും നവമി സൂചിപ്പിക്കുന്ന പോലെ തന്നെ പലപ്പോഴും ഈ ഓട്ടോ ടാക്സി ഡ്രൈവർമാരൊക്കെ അമിതമായ തുക ഈടാക്കുന്ന സാഹചര്യം, അത് വലിയ തർക്കത്തിലേക്ക് കലാശിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷേ ഊബർ പോലെയുള്ള
സർവീസുകളുടെ ഒരു പ്രത്യേകത എന്നത് നേരത്തെ തന്നെ അതിനാവശ്യമാകുന്ന തുക നമുക്കറിയാൻ സാധിക്കും. ആ തുക നമുക്ക് സ്വീകാര്യമെങ്കിൽ മാത്രം ആ സേവനം ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ സഞ്ചാരപാതയൊക്കെ മറ്റൊരാൾക്ക് അറിയണമെങ്കിൽ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അതിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഊബർ ടാക്സി തൊഴിലാളികൾ ആണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർക്ക് കമ്മീഷൻ ഉൾപ്പെടെ ഈടാക്കുന്നതിൽ ഉള്ള വിയോജിപ്പുകൾ അറിയിച്ചുകൊണ്ട് പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്. അതിന് ചർച്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നു എന്നതാണ് അറിയുന്നത്. ഇടവേള.